നമസ്കാരം. കെ.എം. ഷാജി മന്ത്രിയുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ സുഗതൻ എന്ന ക്രിമിനലിന് അവധി അനുവദിച്ചു കൊടുത്ത തദ്ദേശ വകുപ്പിന്റെ ആ സർക്കുലറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മന്ത്രിയാണ്, ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ കണ്ട ഫയൽ അതിൽ യാതൊരു കാരണവശാലും തീരുമാനമെടുക്കരുതെന്ന് പറഞ്ഞ് മടക്കി അയച്ച ഫയൽ അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അണ്ടർ സെക്രട്ടറി അതിന് മറ്റൊരു തീരുമാനമെടുത്ത് നേരെ ആഭ്യന്തര വകുപ്പിന് അയച്ചു എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ, കേരളത്തിൽ ഇപ്പോൾ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഡമ്മികൾ മാത്രമാണെന്ന് ഒരു മന്ത്രി മീഡിയ വൺ ചാനലിനോട് തുറന്നു പറയുന്ന ദുരവസ്ഥ. സത്യത്തിൽ ആ വാർത്ത ശരിക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയൊരു വാർത്തയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആ വകുപ്പിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരാൾ മന്ത്രി എന്ന നിലക്ക് ആ വകുപ്പിന്റെ ഒരു പേപ്പറിന്റെ ബലത്തിൽ ഒരു ക്രിമിനൽ രക്ഷപ്പെടുക, ജനാധിപത്യ മര്യാദകളൊക്കെ കാറ്റിൽ പറത്തി രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു ഒന്ന് തന്നെയാണ്. അതിനെതിരായിട്ട് പ്രതികരിച്ച എല്ലാവരുടെ പ്രതികരണത്തിന്റെ വികാരത്തെ ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ ആ ഫയൽ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ആ ഫയൽ ഒരു കാരണവശാൽ ഇയാൾക്കൊരു ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്ന രൂപത്തിൽ തന്നെ ആ ഫയൽ തിരിച്ചയച്ചതാണ്. പക്ഷേ അതിൽ നോട്ട് എഴുതിയിട്ടുള്ള, അതും മനസ്സിലാക്കേണ്ടത് അൺഒഫീഷ്യൽ നോട്ടാണ്, അല്ലാതെ ഒഫീഷ്യൽ നോട്ടല്ല. അങ്ങനെ നോട്ട് എഴുതിയിട്ട് ചിത്ര പി അരുണിമ എന്ന് പറയുന്ന അണ്ടർ സെക്രട്ടറിയാണ് അങ്ങനെ നോട്ട് എഴുതിയത്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. കേട്ടല്ലോ, അദ്ദേഹം വികാരാധീനായി സംസാരിക്കുകയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിൽ ഇന്നലകളിൽ അദ്ദേഹം സമൂഹത്തോട് മൈക്ക് കെട്ടിവെച്ച് ആവേശപൂർവ്വം അറബിക്കടലെന്ന് സംഘപരിവാറുകാരെന്ന താക്കീത് കൊടുത്ത സ്വരം എവിടെ പോയി? ആ ഉദ്യോഗസ്ഥർ ചെയ്ത നടപടിക്കെതിരെ ശക്തമായിട്ടും അതാരായിരുന്നാലും അവരുടെ കസേര തെറിപ്പിച്ചിരിക്കുമെന്ന് പറയാനുള്ള ആർജവം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് കുറ്റബോധത്തോടെ സംസാരിക്കുന്ന നമ്മുടെ ആ ഹീറോ, ആരുടെ മൂരി ഹീറോ ആയിട്ടുള്ള വ്യക്തിക്ക് പറ്റിയ പണി ഇതങ്ങ് രാജിവെച്ചിറങ്ങിയിട്ട് ഇഞ്ചി കൃഷിക്ക് പോകുന്നതാണെന്നുള്ള സോഷ്യൽ മീഡിയയിലെ വിമർശനം. ഞാനത് പറയുന്നില്ല, കാര്യം സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതാണ് നല്ല അന്തസ്സുള്ള പണിയായിട്ട് നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. കാര്യം ഇന്നലകളിൽ സംഘപരിവാറിനെതിരെ ഹീറോയിസ്റ്റിക് ഡയലോഗ് അടിച്ച വ്യക്തിയായിരുന്നു കെ.എം. ഷാജി. അങ്ങനെയുള്ള വ്യക്തി PM ശ്രീ വിഷയത്തിലായിക്കോട്ടെ, വഖഫ് വിഷയത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം നഗരസഭ ഭരണ പ്രതിസന്ധി ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ക്രിമിനൽ സുഗതന് അവധി അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം വകുപ്പിൽ താൻ അറിയാതെ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു കൊടുത്ത നേതൃത്വം വഹിച്ച, അല്ലെങ്കിൽ അതിന് കാർമ്മികത്വം വഹിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കൂ, ഞാനിരുന്ന വകുപ്പിൽ നിന്ന് സംഘപരിവാർ ക്രിമിനൽ എന്നൊക്കെ സ്വയം പറയുമ്പോൾ അയാൾക്ക് സഹായകരമായിട്ടുള്ള ഇടപെടൽ നടത്തിയ താങ്കൾ ആ കസേരയിൽ ഇരിക്കാൻ അനുയോജ്യനാണോ എന്ന്. ഇന്നലെ പുറത്തു നിന്ന് പല കാര്യങ്ങൾക്കും സംഘപരിവാർ ചാപ്പ് കുത്തിക്കൊണ്ട് നിങ്ങളടിച്ച ഹീറോയിസ്റ്റിക് ഡയലോഗുകൾ, പഞ്ച് ഡയലോഗുകളൊക്കെ ഉള്ളിലൊന്ന് ആലോചിച്ചിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ, അവർ ഓരോ വകുപ്പ് ഭരിക്കുന്ന സമയത്ത് അതിനകത്തെ ഒരൊറ്റ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിട്ടില്ല? ഇതുപോലെ അനാവശ്യമായിട്ടുള്ള അധികാര പരിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനെ സഹായിക്കുന്ന ഒരു നോട്ടീസ് പോലും വിട്ടിട്ടില്ല. അങ്ങനെയുള്ളിടത്ത്, ഒരു തുണ്ട് കടലാസ് വിടാൻ ധൈര്യമില്ലാത്തടത്ത് ഒരു ലീഗിന്റെ മന്ത്രി എഴുത്തിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥയ്ക്ക് അത് ചെയ്യാൻ ധൈര്യം വന്നെങ്കിൽ കേരളത്തിൽ 3 MLA മാരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഭരണം നടത്തുന്നത് ആരാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്.